ബോസ് സീസൺ 7-ലെ ഈ ഫ്രണ്ട്ഷിപ്പ് കോംബോ അത് നമ്മുടെ അനീഷും ഷാനവാസും തമ്മിലുള്ളതാണ്. എടുത്തു പറയത്തക്ക ഇപ്പം ബിഗ് ബോസ് സീസൺ 7 കുറിച്ച് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു കോംബോ ഉണ്ടെങ്കിൽ അത് അവരുടെ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. ഇത്രയും മനോഹരമായ ഒരു ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ടില്ല. സഹോദരങ്ങളെ പോലെ കൂട്ടുകാരെ പോലെ രണ്ടെണ്ണവും കൂടെ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ടുണ്ടെന്നറിയാമോ? അത് ലൈവ് കാണുന്നവർക്കാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത്. എപ്പോ നോക്കിയാലും അനീഷിന് ഒരു പ്രത്യേകതയുണ്ട്. അനീഷ് ഏറ്റവും കൂടുതൽ കംഫർട്ട് എന്ന് തോന്നുന്നത് നമ്മുടെ ഷാനവാസിന്റെ മുമ്പിലാണ്. ആ മഞ്ഞ സോഫയിൽ ഇവർ രണ്ടുപേരും കൂടി നിന്ന് പറയാത്ത തമാശകളില്ല, കാട്ടിക്കൂട്ടാത്ത കളിച്ചിരികളില്ല. എന്തൊക്കെ കാര്യങ്ങളാണെന്നറിയോ രണ്ടുപേരും കൂടെ ആ വീട്ടിൽ കാട്ടിക്കൂട്ടുന്നത്. അത് പകുതിയും മുക്കാലും നമ്മൾ എപ്പിസോഡിൽ കാണാറില്ല. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. കാണാൻ കാത്തിരിക്കുന്നല്ല. ഇതുപോലൊരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അനീഷ് എന്ന വ്യക്തി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. പക്ഷെ ആ വ്യക്തിയെ ഒരു മഞ്ഞ് പോലെ ഉരുക്കിയെടുക്കാനായിട്ട് നമ്മുടെ ഷാനവാസിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ഒരുപാട് വഴക്കിടുകയും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് കണക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നല്ല, ഷാനവാസ് അത്യാവശ്യ സ്ഥലങ്ങളിൽ കുത്തുക വരെ ചെയ്തിട്ടുണ്ട്. നോമിനേഷൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും പക്ഷേ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അതൊക്കെ മറന്ന് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫ്രണ്ടിനെ ആ ഫ്രണ്ടിന്റെ കൂടെ ആ ഫ്രണ്ടിന്റെ സ്വഭാവം അറിഞ്ഞ് ആ ഫ്രണ്ടിന് ഒത്ത രീതിയിൽ നിൽക്കുകയും കൂടി ചെയ്യണം അല്ലേ? നമ്മുടെ വാശി അല്ലെങ്കിൽ എനിക്ക് ഇന്നതാണ് വാശി, ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞ് നിൽക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. പക്ഷെ ഒരു ഫ്രണ്ടിന്റെ ഒപ്പം അലിഞ്ഞു പോകുന്ന രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് നമ്മുടെ അനീഷ് ഷാനവാസിനും ഒപ്പം കൂട്ടിക്കൊണ്ടു പോകുന്നത്. കാരണം പലതവണ നോമിനേഷൻ ചെയ്യുമ്പോഴും വഴക്കിടുമ്പോഴും വേണമെങ്കിൽ വേണ്ടെന്നും പറഞ്ഞ് അനീഷിന് മാറാം. പക്ഷെ അങ്ങനല്ല ഇവർ രണ്ടുപേരും ചെയ്തത്. അവർ രണ്ടുപേരും നല്ലൊരു കോംബോയാണ്. നമ്മുടെ സീസൺ 7 പറയേണ്ട ഒരു കോംബോ തന്നെയാണ് അനീഷും നമ്മുടെ ഷാനവാസും തമ്മിലുള്ളത്.